ഹലോ മക്കളെ, നമ്മുടെ SSLC ബയോളജി എക്സാം ഇതാ ഇവിടെ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മളെല്ലാവരും അതിൻ്റെ ചൂടിലാണ്. സോ ഈ ഒരു സമയത്ത് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് അല്ലേ. സോ നമ്മൾ ജെനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ അഥവാ നമ്മളുടെ നാളെയുടെ ജനിതകം ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏത് രീതിയിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്ന് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് PYQs വരുന്ന ചില ടോപ്പിക്സ് ആണ് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മളുടെ ജീൻ തെറാപ്പി. അയ്യോ, കുറച്ച് കട്ടി കുറയ്ക്കാം. ഓക്കെ, ജീൻ തെറാപ്പി. അപ്പോൾ ജീൻ തെറാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്താണ്, നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? നമ്മുടെ സെല്ലിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ജീന് പ്രശ്നക്കാരനായിരിക്കും അല്ലേ. ആ ബാക്കി എല്ലാവരും നല്ലതായിരിക്കും, ഒരൊറ്റ ഒന്ന് പ്രശ്നക്കാരനായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവനെ പിടിച്ചങ്ങോട്ട് പുറത്തിടാം. ഓക്കെ, ആ ഒരു പ്രശ്നക്കാരനായ ഡിഫക്റ്റീവ് ജീനിനെ എടുത്ത് പുറത്തിട്ട് നമ്മൾ നല്ലൊരു ജീനിനെ വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, നല്ലൊരു ജീനിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. സോ ആ ഒരു പ്രശ്നക്കാരനായിട്ടുള്ള നമ്മൾ ഡിഫക്റ്റീവ് ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് കളഞ്ഞു, നല്ല ജീനിനെ തിരിച്ചെടുത്ത് അതേ സ്ഥാനത്ത് വെച്ചു. അപ്പം എന്തായി? ആ അസുഖം നമുക്ക് മാറ്റിക്കൂടെ? യെസ്, ഇതിനെയാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. മലയാളത്തിലും ജീൻ തെറാപ്പി എന്ന് തന്നെയാണ്, ജീൻ തെറാപ്പി. ഓക്കെ, സെറ്റ് അല്ലേ? യെസ്, അതേപോലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു സാധനമാണ് നമ്മളെ ജീൻ മാപ്പിംഗ്. ഓക്കെ, ജീൻ മാപ്പിംഗ്. അപ്പോൾ ഈ ഒരു പേര് മാപ്പിംഗ് എന്നുള്ള പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താ. നമ്മളെല്ലാവരും മാപ്പ് യൂസ് ചെയ്യപ്പെടാ. നമുക്കൊരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ അല്ലേ, ലൊക്കേഷൻ ഇട്ട് തരുവാടാ, ഞാൻ വരട്ടെ, വേഗം പറ, അയച്ചതാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ. സോ അതെന്തിനാ? ആ നിൽക്കുന്ന ആൾ നിൽക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ നമുക്ക് എത്തേണ്ട പൊസിഷൻ, ലൊക്കേഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ഈ ഒരു ജീൻ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീനിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതിൻ്റെ സ്ഥാനം എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജീൻ മാപ്പിംഗ്. അപ്പോൾ നമ്മൾ ഡോറേനെ ആലോചിക്കുക. ഡോറയ്ക്ക് വഴി തെറ്റിയ ഡോറ ആരെയെ വിളിക്കുക? മാപ്പിനോടാണ് ചോദിക്കുക. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുക അല്ലേ. ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? ജീൻ മാപ്പിംഗ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, നമ്മൾ ജീൻ തെറാപ്പി പറഞ്ഞു, അപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്താണ്? അപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, നമ്മൾ ചെറുതായിട്ട് വെട്ടിത്തിരുത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമുക്കതിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യേണ്ടി വരില്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അപ്പോൾ നമ്മളൊരു അടിപൊളി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു, നമുക്ക് റീൽസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തു. അപ്പോൾ ആ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ, ഇതിൻ്റെ പാട്ടൊന്ന് ചെറുതായിട്ട് മാറ്റിയാലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ വീഡിയോ നമുക്ക് ഒഴിവാക്കിയിട്ട് വേറെ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു വെട്ടിത്തിരുത്തൽ നമ്മൾ നടത്തും അല്ലേ. യെസ്, അതാണ് എന്ത്? ജീൻ എഡിറ്റിംഗ്. ചെറിയൊരു കുഞ്ഞു മാറ്റം നമ്മൾ അവിടെ വരുത്തി കഴിഞ്ഞാൽ അത് ജീൻ എഡിറ്റിംഗ് ആയി. യെസ്, അപ്പോൾ അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്? CRISPR-Cas9. റെഡി? അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വെക്കുക. ഇത് ചെറുതായിട്ട് നിങ്ങൾക്ക് 1 വേർഡിനോ 2 മാർക്കിനോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് എന്താ നമ്മളുടെ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ചാൻസ് ഉള്ള ഒന്നാണ് DNA പ്രൊഫൈലിംഗ് അല്ലേ. അപ്പോൾ DNA പ്രൊഫൈലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് അതിനകത്ത് ഓർക്കേണ്ടത്. അലക്സ് ജെഫ്രി ആണ് ഈ ഒരു സംഭവം നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നത്. അത് ആദ്യം ഓർത്ത് വെക്കുക, ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അലക്സ് ജെഫ്രി DNA പ്രൊഫൈലിംഗ് വെച്ച് എന്താ ചെയ്തത്? ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസ് അല്ലെ, ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് ആണ് എന്ത് ചെയ്തത്? ഇവർ കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്ത് പറയാം? ക്രമീകരണം. ഓക്കെ, ക്രമീകരണമാണ് എന്ത് ചെയ്തത്? ഇത് വെച്ച് കണ്ടുപിടിച്ചത്. സോ ഇങ്ങനെ നമുക്ക് ഓരോരുത്തരുടെയും DNAയുടെ സീക്വൻസ് അഥവാ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും DNA വെച്ച് നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായി ഓരോരുത്തരുടെയും DNA ഡിഫറെൻ്റ് ആണെന്നല്ലേ. സോ അങ്ങനെയാണ് എന്ത് വന്നത്? DNA ഫിംഗർ പ്രിന്റിങ് വന്നത്. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതണം? DNA പ്രൊഫൈലിംഗ് എന്ന് എഴുതണം കേട്ടോ. അപ്പോൾ DNA ഫിംഗർ പ്രിന്റിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? നമ്മുടെ ഫിംഗർ പ്രിന്റ് ഓരോരുത്തർക്കും യുണീക്കാണ്. അതേപോലെ നമ്മളുടെ DNAയിലുള്ള ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് അഥവാ ക്രമീകരണവും ഓരോരുത്തർക്കും യുണീക്കാണ് അല്ലേ. സോ നമ്മൾ ഈ DNA ഫിംഗർ പ്രിന്റിങ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ദെൻ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ നമ്മളുടെ ജീനുകളുടെ ആ ഒരു അറേഞ്ച്മെന്റ് നമുക്കിങ്ങനെ തന്നിട്ട് ഇതാണ് നമ്മളെ ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ആളുടെ സാമ്പിൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 സസ്പെക്റ്റുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് എന്നിട്ട് 3 ഫിഗർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 3 ഫിഗറിന് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ ഒരു ക്രൈം നടത്തിയത് ഇതിൽ ഏത് സസ്പെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ആ രീതിക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ DNA ഫിംഗർ പ്രിന്റിങ്ങിൻ്റെ യൂസസ്, ഇത് എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യുക? ഒന്ന് നമുക്ക് ക്രൈം പറയാം അല്ലേ. നമ്മളെ എന്താണ് ഇങ്ങനത്തെ ഉള്ള കൊലപാതകം പോലെ മേർഡർ ഒക്കെ പോലത്തെ ക്രൈം നടക്കുന്ന സമയത്ത് നമുക്ക് കൊലയാളിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കൾപ്രിറ്റിനെ കുറ്റവാളിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് കാലം മുന്നേ മിസ്സിംഗ് ആയി പോയ മകൻ നമ്മുടെ രാജമാണിക്യത്തിൽ മമ്മൂട്ടി തിരിച്ചു വരുന്ന പോലെയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതെൻ്റെ മോനാണോ നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? DNA ഫിംഗർ പ്രിന്റിങ് നോക്കിയാൽ മതി. അങ്ങനെ പിന്നെന്താണ് നമുക്കറിയാം
നമ്മളെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ഇടയിൽ എന്തായിരിക്കും ഇത് DNA ഒരുപാട് മാച്ചിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ കസിൻസ്, നമ്മളെ സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ക്ലോസ് മാച്ചിങ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഏതെങ്കിലും നാച്ചുറൽ കെലാമിറ്റീസ് ഒക്കെ കാരണം എന്തായി പോയി നമ്മളെ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ ആൾക്കാരൊക്കെ കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹെറിഡിറ്ററി, നമ്മുടെ പാരമ്പര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ലാസ്റ്റത്തെ സ്കോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് മിസ് വിചാരിക്കുകയാണ്. സോ നിങ്ങളുടെ ബയോളജി പഠനം എവിടെ വരെ എത്തിയെന്ന് ഒരു ഔട്ട് ഓഫ് 10 നിങ്ങളെ തന്നെ എത്ര വിലയിരുത്തുന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 9 out of 10 ഒക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് പഠിച്ചു എന്നുള്ളതാണ്. ഒരു പകുതിയിലൊക്കെ ആണെങ്കിൽ മീഡിയം പഠിത്തം, തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ്. ഓക്കെ, റെഡി? അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വരുന്ന ലൈവുകൾ നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സമയത്ത് നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ബയോളജി തകർക്കാം.